എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിസർച്ച് ഓഫീസർ എക്സാമിന്റെ യൂണിറ്റ് 1 പാർട്ട് 18 ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണേ. അപ്പൊ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ഓർത്തിരിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ആദ്യമേ തന്നെ പഠിക്കാം. ഓക്കെ, ടൈം, ഡിസ്റ്റൻസ്, സ്പീഡും കൂടെ ഉണ്ട്. ഇങ്ങനെ 3 വാക്കുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ബേസിക്കലി നമുക്ക് പഠിക്കാനുള്ള ഒരൊറ്റ ഇക്വേഷനേ ഉള്ളൂ, സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ അവിടുന്ന് തന്നെ ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും നമുക്ക് കിട്ടും. പിന്നെ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാനും മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാനും ഒക്കെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനമായിട്ടും ഇവിടുന്ന് ചോദിക്കുക. അപ്പൊ ബേസിക്കലി എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് ആദ്യമേ തന്നെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. യൂണിറ്റുകളെ കുറിച്ചൊക്കെ ഉള്ള ഒരു ധാരണയും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ. ശ്രദ്ധിച്ചിരിക്കണേ. സ്പീഡ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ്. സ്പീഡ് ഇസ് ഈക്വൽ ടു, ലെറ്റേഴ്സ് നോക്കിയോളൂ, സ്പീഡ് ഡിനോട്ട് ചെയ്യുന്ന എസ് ആണ്. ഡിസ്റ്റൻസ് ഡിനോട്ട് ചെയ്യുന്നത് ഡി ഉപയോഗിച്ചിട്ടാണ്. ഡിവൈഡഡ് ബൈ ടൈം ഡിനോട്ട് ചെയ്യുന്നത് ടി ഉപയോഗിച്ചിട്ടാണ്. ഇതാണ് നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഇക്വേഷൻ. സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഓക്കെ, ഇനി യൂണിറ്റ്സ് ഓഫ് സ്പീഡിന് നമ്മൾ 2 യൂണിറ്റ്സ് പറയാറുണ്ട്. ഇവിടെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കിലോമീറ്ററിലാണെങ്കിൽ ടൈം എന്ന് പറയുന്നത് അവറിലായിരിക്കണം. ഒരു യൂണിറ്റ് കിലോമീറ്റർ പെർ അവർ. ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് കിലോമീറ്റർ ആണെങ്കിൽ ടൈമിന്റെ യൂണിറ്റ് അവറിലായിരിക്കണം. ഡിസ്റ്റൻസ് കിലോമീറ്ററിലും ടൈം സെക്കൻഡിലോ മിനിറ്റിലോ ഇട്ട് ചെയ്യാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ടൈം സെക്കൻഡിലോ മിനിറ്റിലോ ആണെങ്കിൽ അവറിലേക്ക് മാറ്റണം. കിലോമീറ്റർ അല്ല, ടൈം അവറിലാണ്. കിലോമീറ്റർ അല്ലാണ്ട് മീറ്ററിലാണ് ഡിസ്റ്റൻസ് എങ്കിൽ അത് കിലോമീറ്ററിലേക്ക് മാറ്റണം. കിലോമീറ്റർ പെർ അവറിൽ വേണം എന്നുണ്ടെങ്കിൽ. ഓർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മീറ്ററിലാണെങ്കിൽ ടൈം സെക്കൻഡിലായിരിക്കണം, മീറ്റർ പെർ സെക്കൻഡ്. ഇപ്പം 2 യൂണിറ്റ് നമുക്ക് സ്പീഡിന് പറയാം. ഒന്നില്ലെങ്കിൽ കിലോമീറ്റർ പെർ അവർ പറയാം, അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് പറയാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഓപ്ഷൻസിൽ നോക്കണം ഏത് യൂണിറ്റിലാണ് നമുക്ക് ഫൈനൽ ആയിട്ടുള്ള ആൻസർ വേണ്ടതെന്നുള്ളത്. നിങ്ങൾ എവിടെ നോക്കുക? ഓപ്ഷനിൽ നോക്കുക. ഓപ്ഷനിൽ കിലോമീറ്റർ പെർ അവർ ആണെങ്കിൽ നമ്മൾ എല്ലാം കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റിയിട്ട് വേണം ചെയ്യാൻ. അതായത് ഡിസ്റ്റൻസ് കിലോമീറ്ററിലേക്കും ടൈം അവറിലേക്കും മാറ്റിയിട്ട് വേണം ചെയ്യാൻ. നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ എന്താണ്? ഡിസ്റ്റൻസ് മീറ്ററിലേക്കും ടൈം സെക്കൻഡിലേക്കും മാറ്റിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ഇനി ചില കേസിൽ കിലോമീറ്റർ പെർ അവറിലുള്ള സാധനം നേരെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിലുള്ളത് നേരെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റേണ്ടി വരും. അപ്പൊ അതിന്റെ ഒരു കൺവേർഷൻ നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. കിലോമീറ്റർ പെർ അവറിനെ എങ്ങനെ ഡയറക്ട്ലി മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാം? കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കിലോമീറ്ററിനെ മീറ്റർ ആക്കാനായിട്ട് നമ്മൾ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യേണ്ടത്. 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, മൾട്ടിപ്ലൈ ബൈ 5/18. ഇപ്പൊ തിരിച്ച് എന്താണ് വരിക? മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ, മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ റെസിപ്രോക്കൽ 18 ഡിവൈഡഡ് ബൈ 5 കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം എന്നുണ്ടെങ്കിൽ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കണം എന്നുണ്ടെങ്കിൽ 18/5 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇത് ആദ്യമേ നമ്മുടെ മനസ്സിൽ പതിയണം. ഈ കൺവേർഷൻ നമുക്ക് എന്തായാലും എക്സാമിന് ചെയ്യേണ്ടി വരാറുണ്ട് സാധാരണഗതിയിൽ. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചു സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ് എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അവിടുന്ന് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് വരും? സ്പീഡ് ഇൻറ്റു ടൈം. ടൈം എന്ന് പറയുന്നത് എന്ത് വരും? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. ഓക്കെ, സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം. ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. ക്ലിയർ ആണല്ലോ? ഇനിയിപ്പോ നമുക്ക് ഓരോരോ കേസസ് ആയിട്ട് നോക്കാം. സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും?
ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ എങ്ങനെ ചെയ്യാം, ടൈം കോൺസ്റ്റന്റ് ആണെങ്കിൽ എങ്ങനെ ചെയ്യാം? ശ്രദ്ധിച്ചിരിക്കണേ. സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ സ്പീഡ് അൺവേരിയിങ് ആയിട്ട് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിലും, സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഈ കാണുന്ന സാധനം ഈ സ്പീഡ് കോൺസ്റ്റന്റ് ആവും. ശരിയല്ലേ? അതായത് ഡി ബൈ ടി ഇസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് കെ എന്ന് വരും. ശരിയാണല്ലോ? അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡി വൺ ബൈ ടി വൺ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഡി ടു ബൈ ടി ടുവിന് ഈക്വൽ ആയിരിക്കും. ശരിയല്ലേ? അപ്പൊ അതെല്ലാം ഒരു കോൺസ്റ്റന്റിന് ഈക്വൽ ആണ്. ഡി വൺ ബൈ ടി വൺ എടുത്താലും ഡി ടു ബൈ ടി ടു എടുത്താലും അത് ഒരു കെ എന്ന കോൺസ്റ്റന്റിന് ഈക്വൽ ആയിരിക്കും. സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ഡി വൺ ബൈ ടി വൺ ഇസ് ഈക്വൽ ടു ഡി ടു ബൈ ടി ടു. ഓക്കെ. ഇനി ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെങ്കിലോ? ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെങ്കിലോ? കോൺസ്റ്റന്റ് എന്നല്ല, നമുക്ക് സെയിം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതായിരിക്കും ഇച്ചിരൂടെ നല്ലത്. സെയിം സ്പീഡ്, കാരണം സെയിം എന്നുള്ള വാക്കായിരിക്കും കൂടുതലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ അവർ ഉപയോഗിക്കുന്ന സെയിം എന്നുള്ള വാക്കായിരിക്കും. അപ്പൊ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിലോ? ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ഡി ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് എന്ന് വരും. അതായത് എസ് വൺ ടി വൺ ഇസ് ഈക്വൽ ടു എസ് ടു ടി ടു എന്ന്. ഇത് എന്തിന്റെ കണ്ടീഷനാണ്? ഡിസ്റ്റൻസ് സെയിം ആകുമ്പോഴുള്ള കണ്ടീഷനാണ്. ക്വസ്റ്റ്യനിൽ അവർ പറയും സ്പീഡ് സെയിം ആണ്, ഡിസ്റ്റൻസ് സെയിം ആണ് എന്നൊക്കെ പറയും. അതിനകത്ത് ഡി വണ്ണും ഇപ്പൊ സ്പീഡ് സെയിം ആണെന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ ഡി വണ്ണും ടി വണ്ണും ഡി ടു ഉണ്ടാവും. ടി ടു കണ്ടുപിടിക്കാനായിരിക്കും ക്വസ്റ്റ്യൻ. ഡിസ്റ്റൻസ് സെയിം ആണെന്ന് പറയുന്ന ചോദ്യത്തിൽ എസ് വണ്ണും ടി വണ്ണും എസ് ടു ഉണ്ടാവും. ടി ടു കണ്ടുപിടിക്കാനായിരിക്കാം ക്വസ്റ്റ്യൻ. മൂന്നെണ്ണം തന്നിട്ട് ഒരെണ്ണം കണ്ടുപിടിക്കാൻ പറയും. ആ രീതിയിൽ ചോദ്യം ചോദിക്കാറുണ്ട്. ഇനിയിപ്പോ ടൈം കോൺസ്റ്റന്റ് ആണെന്ന് പറയുകയാണെങ്കിൽ ഡി വൺ ബൈ എസ് വൺ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഡി ടു ബൈ എസ് ടു ആയിരിക്കും. ശ്രദ്ധിച്ചിരിക്കുക. ടൈം സെയിം ആണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ടൈം എന്ന് പറയുന്നത് എന്താ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. അതായത് ഡി വൺ ബൈ എസ് വൺ ഇസ് ഈക്വൽ ടു എന്ത് വരും? ഡി ടു ഡിവൈഡഡ് ബൈ എസ് ടു എന്ന് വരും. ടൈം സെയിം ആണെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? ഡി വൺ ബൈ എസ് വൺ ഇസ് ഈക്വൽ ടു ഡി ടു ഡിവൈഡഡ് ബൈ എസ് ടു. അപ്പൊ ഈ മൂന്ന് ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യുക? നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ? കുറച്ചും കൂടെ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് അതായത് പ്രോബ്ലംസിന്റെ ഭാഗമായിട്ട് പഠിച്ചാൽ മതി. ബേസിക്കലി നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഒരു വലിയ ഡെപ്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം ഒരുപാട് ഡൈവേഴ്സിറ്റീസും ഒരുപാട് വേരിയേഷൻസും ഒക്കെ ഉള്ള സാധനമാണ് ടൈം, ഡിസ്റ്റൻസ്, സ്പീഡ് എന്ന് പറയുന്നത്. വളരെ വാസ്റ്റ് ആണ്. അത്രത്തോളം ഡെപ്തിലേക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പോകേണ്ട ആവശ്യമില്ല. വളരെ പ്രാഥമികമായ ലെവലിലുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ. ഇപ്പൊ എക്സ്ട്രാ വരുന്ന കുറച്ച് ഫോർമുലാസ് റിലേറ്റീവ് സ്പീഡുമായി ബന്ധപ്പെട്ട ഫോർമുലാസ് ആണ്. പിന്നെ അത് വളരെ എളുപ്പമാണ്. പിന്നെ ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എക്സ്ട്രാ പഠിക്കണം. ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ നമുക്ക് ഏറ്റവും ബേസിക്കലി ചോദിക്കാൻ സാധ്യതയുള്ള സംഭവങ്ങളിൽ നമുക്ക് തുടങ്ങാം. ഓക്കെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ റേഷ്യോ ഓഫ് ദ സ്പീഡ് ഓഫ് എ ബസ് ആൻഡ് കാർ ഈസ് 7:11. അതായത് സ്പീഡ് ഓഫ് ബസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് കാർ എന്ന് പറയുന്നത് എത്രയാണ്? 7/11 ആണ്. ഓക്കെ. ഇഫ് ദ കാർ കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 396 കിലോമീറ്റർ ഇൻ 6 hours. കാർ കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 396 കിലോമീറ്റർ ഇൻ 6 hours. ഇപ്പൊ എന്ത് കണ്ടുപിടിക്കാം? കാറിന്റെ സ്പീഡ് കണ്ടുപിടിക്കാം അല്ലെ? സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. കാറിന്റെ സ്പീഡ് എന്ത് വരും? കാർ കവർ ചെയ്ത ഡിസ്റ്റൻസ് 396 കിലോമീറ്റർ ബൈ ടൈം. ഇത് കിലോമീറ്റർ ആണ്. താഴെ ടൈം എന്ന് പറയുന്നത് 6 hours. ഇപ്പൊ കിലോമീറ്റർ പെർ അവർ ഈസ് ആൻ അക്സെപ്റ്റബിൾ യൂണിറ്റ്. ഡയറക്ട്ലി വി ക്യാൻ ഡിവൈഡ്. അവിടെ നേരിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ. ഇപ്പം 6 hour എന്നല്ലാണ്ട് 6 സെക്കൻഡ് എന്നോ 6 മിനിറ്റ് എന്നോ ആയിരുന്നെങ്കിൽ നേരിട്ട് ഹരിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അക്സെപ്റ്റബിൾ യൂണിറ്റിൽ കിട്ടുന്ന അവസ്ഥയിൽ മാത്രമേ ഹരണം ചെയ്യാവുള്ളൂ. ഒന്നിലെ കിലോമീറ്റർ പെർ അവറിൽ കിട്ടുന്ന രീതിയിലോ അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിൽ കിട്ടുന്ന രീതിയിലോ ആക്കിയിട്ടേ ഹരിക്കാവുള്ളൂ. അല്ലാണ്ട് ഹരിക്കാൻ പോകരുത്. ഇപ്പൊ 396/6 നമുക്ക് കിലോമീറ്റർ പെർ അവർ യൂണിറ്റ് ഈസ് ആൻ അക്സെപ്റ്റബിൾ യൂണിറ്റ് ഫോർ സ്പീഡ്. സോ ഡയറക്ട്ലി വി ക്യാൻ ഡിവൈഡ്. ഇത് ഹരിക്കും എന്താണ് വരിക? 66 ശിഷ്ടം 3 36 66 66 കിലോമീറ്റർ പെർ അവർ കിട്ടും ആൻസർ അല്ലെ? 66 കിലോമീറ്റർ പെർ അവർ. അപ്പൊ നമുക്ക് വേണ്ട ഈ സ്പീഡ് ഓഫ് കാറിന്റെ പ്ലേസിലോട്ട് ഇനി എന്ത് കൊടുക്കാം? 66 കൊടുക്കും. അപ്പൊ എന്ത് വരും? സ്പീഡ് ഓഫ് ബസ്
ബൈ 66 എന്ന് പറയുന്നതാണ് 7/11. ഓക്കെ, എന്ത് ചെയ്യാം? 11 66 തമ്മിൽ കട്ട് ചെയ്യാം. 6 വരും. ഈ 6 ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ സ്പീഡ് ഓഫ് ബസ് എന്ത് കിട്ടും? 6 7 42 കിട്ടും അല്ലെ? സ്പീഡ് ഓഫ് ബസ് ഇസ് ഈക്വൽ ടു 6 into 7 42 കിലോമീറ്റർ പെർ. ഓക്കെ, ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ. ശരിയാണല്ലോ. സ്പീഡ് ഓഫ് ബസ് എത്രയാണ് കിട്ടുക? 42 കിലോമീറ്റർ പെർ അവർ ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ബസിന്റെ സ്പീഡ് കിട്ടും. ഒന്നാമത്തെ ചോദ്യം ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം നോക്കോളൂ. എ ട്രെയിൻ കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 57.6 കിലോമീറ്റർ ഇൻ 48 മിനിറ്റ്സ്. വാട്ട് ഈസ് ദ സ്പീഡ് ഇൻ മീറ്റർ പെർ സെക്കൻഡ്? നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റൻ ആണ്. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് 57.6 കിലോമീറ്റർ ആണ്. ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നത് 48 മിനിറ്റ് ആണ്. കിലോമീറ്റർ പെർ മിനിറ്റ് എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഇല്ല. നമുക്ക് വേണ്ടത് എന്താണെന്ന് നോക്കുക. വേണ്ട സാധനം എന്താണെന്ന് നോക്കുക. മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, നമുക്ക് കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ് അല്ലെ? 1 കിലോമീറ്റർ ഈസ് 1000 മീറ്റർ. അപ്പം 57.6 കിലോമീറ്റർ എന്ന് പറയുന്നത് 57.6 ഗുണം 1000 മീറ്റർ ആണ്. അപ്പൊ അത് മീറ്ററിലേക്ക് മാറി. താഴെ സെക്കൻഡിലേക്ക് മാറ്റണം. ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. ഓക്കെ, ഇപ്പൊ 48 മിനിറ്റ് എന്ന് പറയുന്നത് എന്തുവരും? 48 ഗുണം 60 സെക്കൻഡ്. ശരിയാണല്ലോ. ഇപ്പൊ നമ്മുടെ ഉത്തരം എന്തിലേക്ക് മാറി? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറി. ശരിയല്ലേ? ഇപ്പൊ നമ്മുടെ ഉത്തരം എന്തിലേക്ക് മാറി? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറി. ഇനിയിപ്പോ ചെയ്യാലോ. 0 0 കട്ട് ചെയ്യാം. താഴെ 5 7 ഒരു പോയിന്റ് മാറി കിട്ടും. 6 0 എന്ന് വരും. ശരിയല്ലേ? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെസിമൽ പോയിന്റ് പോകും, ഒരു സീറോയും കൂടെ വരും. ശരിയാണല്ലോ. ഡിവൈഡഡ് ബൈ എന്താണ് വരിക? 6 8 48 ശിഷ്ടം 4. പിന്നെ എന്താണ് വരിക? 6 4 24 4 28 288. 288ന്റെ ഇരട്ടിയല്ലേ 576? ശരിയല്ലേ? ഇത് കട്ട് ചെയ്താൽ 2 ആണ് വരിക. ആൻസർ എന്താണ് വരിക? 20 ആണ് നമുക്ക് ആൻസർ കിട്ടുക. ക്ലിയർ ആണല്ലോ? 20. So 20 meter per second is the required solution. What is the speed in meter per second? സോൾവ് ചെയ്ത് വരുമ്പോൾ മീറ്റർ പെർ സെക്കൻഡിലുള്ള സ്പീഡ് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ ഡി 20 ആണ് നമുക്ക് ആൻസർ വരും. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ പോവാം. മൂന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 3. A man covers certain distance in 8 hours. 8 hours at a speed of 75 kilometer per hour. To cover the same distance, underline the word same distance. In 6 hours, what should be the speed? Same distance. Distance same ആണ്. Speed is equal to distance by time. Distance is equal to speed into time. Distance same ആണ് എന്ന് പറഞ്ഞാൽ distance same ആണ് എന്ന് പറഞ്ഞാൽ എന്തെഴുതാം? S1 T1 is equal to S2 T2 എന്നെഴുതാം. ശരിയല്ലേ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഡിസ്റ്റൻസ് സെയിം ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ S1 T1 is equal to S2 T2. വാല്യൂ കൊടുത്തോ. ആദ്യത്തെ സ്പീഡ് 75, അതിനെടുക്കുന്ന സമയം 8. രണ്ടാമത്തെ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്, അതിനെടുക്കുന്ന സമയം 6. ഇത് സോൾവ് ചെയ്ത് S2 കണ്ടുപിടിക്കാനാണ് ചോദ്യത്തിൽ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, എന്താണ് വരിക? S2 is equal to 75 into 8 divided by 6. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 4ഉം ഇവിടെ 3ഉം വരും. 3ഉം 75ഉം കട്ട് ചെയ്താൽ 25 വരും. 25 ഗുണം 4 100 വരും. സോ 100 കിലോമീറ്റർ പെർ അവർ ഇസ് ദ ആൻസർ. ഓപ്ഷൻ ബി 100 കിലോമീറ്റർ പെർ അവർ ആണ് നമുക്ക് ആൻസർ വരും. ഓക്കെ ആണല്ലോ. കിട്ടുന്നുണ്ടല്ലോ എല്ലാവർക്കും? ഈസി ക്വസ്റ്റ്യൻ ആണ്, കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യണം എന്ന് മാത്രം. ഓക്കെ, നെക്സ്റ്റ് നാലാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 4. Rashmika had led to travel 612 kilometer in a car traveling at a certain speed. If she reached her destination in 9 hours, what is the speed of the car?
സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് 612 കിലോമീറ്റർ, എടുത്ത സമയം 9 മണിക്കൂർ. അപ്പൊ കിലോമീറ്റർ പെർ അവറിലാണ് ആൻസർ കിട്ടുന്നത്. നമുക്ക് ആൻസർ വേണ്ടതും കിലോമീറ്റർ പെർ അവറിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളും ഇല്ല, നേരിട്ടങ്ങ് ഹരിച്ചാൽ മതി. എന്താണ് വരിക? 9654 ശിഷ്ടം 7 72 98 72 68 കിലോമീറ്റർ പെർ അവർ. ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ ആണല്ലോ? 68 കിലോമീറ്റർ പെർ അവർ എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം. സോ അതായിരുന്നു നാലാമത്തെ ചോദ്യം. നെക്സ്റ്റ് അഞ്ചാമത്തെ ചോദ്യം നോക്കോളൂ. എ സ്റ്റുഡന്റ് റീച്ചസ് സ്കൂൾ ഇൻ ഹിസ് ബൈസൈക്കിൾ ഇൻ 3/2 അവേഴ്സ്. 3/2 അവേഴ്സിൽ എവിടെ എത്തും? ബൈസൈക്കിളിൽ എവിടെ എത്തും? സ്കൂളിലെത്തും. അറ്റ് എ സ്പീഡ് ഓഫ് 8 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, അപ്പൊ ആ കുട്ടി സഞ്ചരിച്ച ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാലോ. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് എന്ന് പറയുന്നത് 8 കിലോമീറ്റർ പെർ അവർ ആണ്. ഇൻറ്റു ടൈം എന്ന് പറയുന്നത് 3/2 അവേഴ്സ് ആണ്. അപ്പൊ അത് നേരിട്ട് ഗുണിക്കാം, ശരിയല്ലേ? കിലോമീറ്റർ പെർ അവറും അവറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിലോമീറ്ററിൽ കിട്ടും. ശരിയാണല്ലോ? സോ ഇത് കട്ട് ചെയ്തെടുത്താൽ 4 വരും. 3 12 കിലോമീറ്റർ ആണ് ആ കുട്ടി സഞ്ചരിച്ച ദൂരം. കുട്ടി സഞ്ചരിച്ച ദൂരം വരെ നമുക്ക് ആ ഒരു അവര് പറഞ്ഞ ആദ്യത്തെ സെന്റൻസിൽ നിന്ന് കുട്ടി എത്ര ദൂരം സഞ്ചരിച്ചു എന്നത് കണ്ടുപിടിക്കാൻ പറ്റി. ഓൺ ദ റിട്ടേൺ ജേർണി ഹി റെസ്റ്റ് ഫോർ ഹാഫ് ആൻ അവർ. ഒരു അരമണിക്കൂർ, ഒരു ഹാഫ് അവേഴ്സ് അവൻ എന്ത് ചെയ്തു? റെസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ആൻഡ് ടേക്സ് റൂട്ട് വിച്ച് ഈസ് 1 കിലോമീറ്റർ ഷോർട്ടർ. 1 കിലോമീറ്റർ ഷോർട്ടർ ആയിട്ടുള്ള റൂട്ട് സെലക്ട് ചെയ്തു. അപ്പൊ പുതിയ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ശരിക്കും ഉണ്ടായിരുന്ന ഡിസ്റ്റൻസ് 12 കിലോമീറ്റർ ആണ്. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന സാധനമാണ്. അതിൽ നിന്നും 1 കിലോമീറ്റർ കുറവാണ് പുതിയ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം ആണ്. നോക്കണേ. ഇനി വാട്ട് ഷുഡ് ബി ദ പെർസെന്റേജ് ഓഫ് ഇൻക്രീസ് ഇൻ ദ സ്പീഡ് ഓഫ് ദ ബൈസൈക്കിൾ സോ ദാറ്റ് ഹി റീച്ചസ് ഹോം ഇൻ ദ സെയിം ടൈം. സെയിം ടൈമിൽ തന്നെ ഹോമിൽ റീച്ച് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നേരത്തെ പോയ 8 പോയാൽ മതിയാവുമോ? ഓൾറെഡി അരമണിക്കൂർ അവൻ റെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ശരിയല്ലേ? അപ്പൊ നേരത്തെ പോയ 8 പോയാൽ പറ്റില്ല, സ്പീഡ് കൂട്ടണം. എത്ര ശതമാനം കൂട്ടണം എന്നതാണ് ചോദ്യം. ആ 8 നിന്നും ഒരു എക്സ് കൂട്ടി എന്ന് വിചാരിക്കുക സ്പീഡ്. അപ്പൊ ഡിസ്റ്റൻസ് ആയി, സ്പീഡായി, ഇനി എന്തും കൂടെ വേണം? സമയം കൂടെ വേണം. ഓക്കെ, സമയം എന്ന് പറയുന്നത് യൂഷ്വലി എടുക്കുന്ന സമയം 3/2 അവേഴ്സ് ആണ്. അതിൽ നിന്നും അവൻ അരമണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അരമണിക്കൂർ അതിൽ നിന്ന് കുറയ്ക്കണം. അപ്പൊ ശരിക്കും എക്സ്ട്രാ അവൻ സഞ്ചരിക്കേണ്ട സ്പീഡ് കിട്ടും, എക്സ് കിട്ടും. എക്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്പീഡ് ബൈ 8 × 100. യൂഷ്വൽ സ്പീഡ് 8 കിലോമീറ്റർ പെർ അവർ ആണ്. അത് കൂട്ടിയ സ്പീഡ് കണ്ടുപിടിച്ചിട്ട് അത് എത്ര ശതമാനം കൂടുതലാണെന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ 8 മുകളിൽ എത്രയാണോ കൂടിയത് അത് ഡിവൈഡഡ് ബൈ 100 എടുത്താൽ എത്ര കൂടി എന്നുള്ള, എത്ര ശതമാനം കൂട്ടണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി. ഓക്കെ, 12 നിന്ന് 1 കുറച്ചാൽ 11 ഈക്വൽ ടു 8 + x ഇൻറ്റു 3/2 നിന്ന് 1/2 കുറച്ചാൽ 2/2. ഓക്കെ, അപ്പൊ അത് 1 ആയി മാറും. എക്സിന്റെ വില 11 - 8, ഉത്തരം 3 കിട്ടും. ഓക്കെ, അപ്പം എത്ര ശതമാനം സ്പീഡ് കൂട്ടണം എന്ന ചോദ്യത്തിന്റെ ഉത്തരം നോക്കിയാലോ നമുക്ക്. എത്ര ശതമാനം സ്പീഡ് കൂട്ടണം നോക്കിക്കേ. കൂടിയ സ്പീഡ് 3, സാധാരണത് 8 ഇൻറ്റു 100 എടുത്തു കഴിഞ്ഞാൽ എത്ര ശതമാനം കൂട്ടണം എന്നുള്ളത് കിട്ടും. ശരിയാണല്ലോ? സോ ദിസ് ഈസ് ഈക്വൽ ടു 3 × 100/8 എടുത്തു കഴിഞ്ഞാൽ 50/4, 25/2, 12.5. 12.5 3 പ്രാവശ്യം, 2 പ്രാവശ്യം ആകുമ്പോൾ 25 ആവും. 25ന്റെ കൂടെ 12.5 കൂട്ടിയാൽ 37.5. സോ 37.5% ആണ് എന്ത് വരിക? നമ്മുടെ ആൻസർ വരിക 37.5%. ഓക്കെ ആണോ നോക്കണേ? 37.5% is the required solution. നെക്സ്റ്റ് ആറാമത്തെ ചോദ്യം നോക്കിക്കോളൂ. Question number 6. Sachin and Anil started walking at the same time towards Kalka. കൽക്ക എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരേ സമയത്ത്, സെയിം ടൈം. അണ്ടർലൈൻ ദ വേർഡ് സെയിം ടൈം. സമയം സെയിം ആണ്. സെയിം ടൈം എന്ന് പറഞ്ഞാൽ സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം, ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ്.
ടൈം സെയിം ആണെന്ന് പറഞ്ഞാൽ d1/s1 ഇസ് ഈക്വൽ ടു d2/s2. ഈ റിലേഷൻ ഉപയോഗിച്ചിട്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോവേണ്ടത്. ഇനി മുന്നോട്ട് വായിച്ചു നോക്കാം. ഇപ്പൊ കൽക്ക എന്ന സ്ഥലത്തിൽ നിന്ന് സ്ഥലത്തിലേക്ക് ട്രാവൽ ചെയ്യാണ്. എവിടെ നിന്ന്? ചണ്ഡീഗറിൽ നിന്ന്. ചണ്ഡീഗറിൽ നിന്ന് 50 കിലോമീറ്റർ മാറിയാണ്. ചണ്ഡീഗറിൽ നിന്ന് 50 കിലോമീറ്റർ മാറിയാണ് ഏത് സ്ഥലം? കൽക്ക എന്ന സ്ഥലം. ഓക്കെ, ഇത് എത്ര കിലോമീറ്റർ മാറി നിൽക്കുന്ന സ്ഥലമാണ്? 50 കിലോമീറ്റർ മാറി നിൽക്കുന്ന സ്ഥലം. ദ സ്പീഡ് ഓഫ് സച്ചിൻ ഈസ് 6 കിലോമീറ്റർ ലെസ് ദാൻ അനിൽ. അപ്പോ നോക്കണേ, സച്ചിന്റെ, അപ്പം തിരിച്ചു പറഞ്ഞാൽ അനിലിന്റെ സ്പീഡ് സച്ചിനേക്കാൾ 6 കിലോമീറ്റർ കൂടുതലായിരിക്കും. സച്ചിന്റെ സ്പീഡ് അനിലിനേക്കാൾ 6 കിലോമീറ്റർ കുറവാണെന്ന് പറഞ്ഞാൽ അനിലിന്റെ സ്പീഡ് സച്ചിന്റെ സ്പീഡിനേക്കാൾ 6 കിലോമീറ്റർ കൂടുതലായിരിക്കും. അപ്പൊ പ്ലസ് ഉപയോഗിച്ച് ഇക്വേഷൻ ഫോം ചെയ്യുന്നതാണ് സോൾവ് ചെയ്യാൻ എളുപ്പം. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ രീതിയിൽ ചിന്തിക്കുകയാണ്. ദ സ്പീഡ് ഓഫ് സച്ചിൻ ഈസ് 6 കിലോമീറ്റർ ലെസ് ദാൻ അനിൽ. അപ്പൊ നമുക്ക് സച്ചിന്റെ സ്പീഡ് എക്സ് ആയിട്ട് എടുത്താൽ, അല്ലെങ്കിൽ സച്ചിന്റെ സ്പീഡ് നമുക്ക് എക്സോ വിയോ, സ്പീഡ് സാധാരണ വി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എടുക്കാറ്. സച്ചിന്റെ സ്പീഡ് നമുക്ക് വെലോസിറ്റി എന്നതിന് സാധാരണഗതിയിൽ നമ്മൾ വി ആണ് ഉപയോഗിക്കാറ്. സച്ചിന്റെ സ്പീഡ് വി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അനിലിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? v+6 ആയിരിക്കും. അതായത് v+6 6 കുറച്ചാൽ v കിട്ടും. അനിലിന്റെ സ്പീഡിൽ നിന്ന് 6 കുറച്ചാൽ സച്ചിന്റെ സ്പീഡായി. ശരിയല്ല? 6 കിലോമീറ്റർ പെർ അവർ കുറവാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ആ പറയുന്ന സെന്റൻസ് ശരിയാവുന്നുണ്ടോ നോക്കിയേ. സ്പീഡ് ഓഫ് സച്ചിൻ 6 കിലോമീറ്റർ ലെസ് ദാൻ അനിൽ. അനിൽ v+6 ആണെങ്കിൽ അതിൽ നിന്ന് 6 കുറച്ചാൽ v കിട്ടത്തില്ലേ? കിട്ടിയോ? ബാക്കി വായിക്കാം. അനിൽ റീച്ചസ് കൽക്ക ആൻഡ് ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട്സ് വാക്കിംഗ് ബാക്ക് ടു ചണ്ഡീഗർ. ഓക്കെ, അപ്പം നമ്മുടെ അനില് ആരാണ്? അനിൽ തന്നെയല്ലേ? യെസ്, അനില് കൽക്കയിലേക്ക് സഞ്ചരിച്ചു. ഇമ്മീഡിയറ്റ്ലി തിരിച്ച്, അതായത് അനിൽ ഓൾറെഡി 50 കിലോമീറ്റർ സഞ്ചരിച്ച് കൽക്കയിൽ വന്നു. എന്നിട്ട് ഇവിടുന്ന് തിരിച്ച് സഞ്ചരിക്കുക. അനിലിന്റെ സ്പീഡ് കൂടുതലാ സച്ചിനേക്കാളുള്ള. അവൻ പെട്ടെന്ന് അങ്ങ് എത്തും. ഓക്കെ, അത് മനസ്സിലുണ്ടാവണേ. അനിൽ reaches Kalka immediately and starts walking back to Chandigarh. On the way, he meets Sachin at a distance 20 kilometer from Kalka. കൽക്കയിൽ നിന്നും 20 കിലോമീറ്റർ മാറി ആരെ മീറ്റ് ചെയ്യുന്നു? ഏകദേശം ഒരു 20 കിലോമീറ്റർ മാറി ഈ ഒരു പോയിന്റിലാണെന്ന് വിചാരിക്കാം. 20 കിലോമീറ്റർ മാറി സച്ചിനെ മീറ്റ് ചെയ്യുന്നു. അപ്പൊ സച്ചിൻ എത്ര കവർ ചെയ്തിട്ടുണ്ടാവും? സച്ചിൻ അപ്പോ 30, ഈ മൊത്തം 50-ൽ നിന്ന് 20 മാറി ബാക്കി സച്ചിൻ 30 കവർ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ശരിയല്ലേ? 30 കിലോമീറ്ററെ സച്ചിൻ കവർ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ശരിയാണല്ലോ? സച്ചിന്റെ ഡിസ്റ്റൻസ് എത്ര? 30 കിലോമീറ്റർ. സച്ചിന്റെ സ്പീഡ് വി, സച്ചിന്റെ ഡിസ്റ്റൻസ്, സ്പീഡിന്റെ അപ്പുറത്ത് കോമയിട്ട് എഴുതാം. സച്ചിന്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 30. സച്ചിന്റെ സ്പീഡ് വി, സച്ചിന്റെ ഡിസ്റ്റൻസ് 30. അനിലിന്റെ സ്പീഡ് v+6. അനിലിന്റെ ഡിസ്റ്റൻസോ? അനിൽ ആദ്യം 50 പോയി തിരിച്ചിങ്ങോട്ട് 20 വന്നു. അതായത് 50 + 20 70 ആണ് അനിലിന്റെ ഡിസ്റ്റൻസ്. 70 ആണ് അനിലിന്റെ ഡിസ്റ്റൻസ്. നോക്കണേ, സച്ചിന്റെ സ്പീഡ് വി, സച്ചിൻ സഞ്ചരിച്ച ഡിസ്റ്റൻസ് 30. അനിലിന്റെ സ്പീഡ് v+6, അനിലിന്റെ ഡിസ്റ്റൻസ് 70. ഓക്കെ, ഇനി ഇത് നേരെ എവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഒരേ സമയത്താണ് ഇത് സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ സ്പീഡ് ഓഫ് സച്ചിൻ എന്നതാണ് ചോദ്യം. സച്ചിന്റെ സ്പീഡ് വി ആണ്. വി കണ്ടെത്താനാണ് ചോദ്യം. അത് നമ്മൾ എവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? ഈ ഫോർമുലയ്ക്കകത്തോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. നോക്കണേ, യെസ്, നിങ്ങൾ ഫിഗർ വരച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നോക്കടാ, പറഞ്ഞേ. d1 ആദ്യത്തെ ഡിസ്റ്റൻസ്, സച്ചിന്റെ ഡിസ്റ്റൻസ് v ബൈ s1. അവിടെ കയറ്റി അനിലിന്റെ സ്പീഡ് എഴുതരുത്, സച്ചിന്റെ സ്പീഡ് 30 ഇസ് ഈക്വൽ ടു t2 അനിലിന്റെ സ്പീഡ് v+6 ഡിവൈഡഡ്, സോറി, അനിലിന്റെ ഡിസ്റ്റൻസ് ആണ് ഇവിടെ എഴുതേണ്ടത്. നോക്കടാ, ഡിസ്റ്റൻസ് തിരിച്ചെഴുതിയാലും സ്പീഡ് മുകളിൽ എഴുതിയാലും കുഴപ്പമില്ല, റെസിപ്രോക്കൽ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. സച്ചിന്റെ ഡിസ്റ്റൻസ് 30, സച്ചിന്റെ സ്പീഡ് v. അനിലിന്റെ ഡിസ്റ്റൻസ് 70 ബൈ അനിലിന്റെ സ്പീഡ് v+6. ഓക്കെ ആണേ? ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് എന്ത് കട്ട് ചെയ്യാം? 0 0 കട്ട് ചെയ്യാം. ഇത് ക്രോസ് ചെയ്യാം. 3 × v+6 എന്ന് പറയുന്നതാണ് എന്ത്? 7v. സോ 3v + 18 ഇസ് ഈക്വൽ ടു 7v.
അതായത് 18 ഇസ് ഈക്വൽ ടു 7v നിന്ന് 3v കുറച്ചാൽ എന്ത് വരും? 4v അല്ലെ? 4v എന്ന് കിട്ടും. ശരിയാണല്ലോ. അവിടുന്ന് v എന്ന് പറയുന്നത് 18 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. 18/4. ഓക്കെ, 18/4 എന്ന് പറഞ്ഞാൽ 9/2. 9/2 എന്ന് പറഞ്ഞാൽ 4.5. ശരിയാണല്ലോ. ഓപ്ഷൻ എ 4.5 കിലോമീറ്റർ എന്നുള്ളതാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ ആണോ നോക്കണേ. 18/4 എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്താൽ 9/2 ആണ്. 9/2 എന്ന് പറഞ്ഞാൽ 4.5. സെറ്റല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോ നല്ല ശ്രദ്ധിച്ച് വായിക്കണം. അപ്പൊ അവിടെ ഒരു കീവേഡ് ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ സെയിം ഡിസ്റ്റൻസ് എന്നോ, സെയിം ടൈം എന്നോ, സെയിം സ്പീഡ് എന്നോ പോലെയുള്ള കീവേഡുകൾ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ ആദ്യം പഠിച്ചത് വെച്ചുകൊണ്ടുള്ള ഫോർമുല ഫോം ചെയ്യണം. ഓക്കെ, എന്നിട്ട് അതിലേക്ക് വാല്യൂസ് കൊടുത്ത് ചെയ്ത് നമ്മൾ എന്താണോ ചോദിക്കുന്നത് അതിലേക്ക് എത്തിപ്പെടണം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 7ാമത്തെ ചോദ്യം. Question number 7. Chakravarti drives car at a speed of 52 km/h. How much time will he take to cover? Will he take to cover the distance of 364 km? യെസ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടൈം ആണ്. ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് 364 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ സ്പീഡ് 52 കിലോമീറ്റർ പെർ അവർ. കിലോമീറ്റർ കട്ട് ചെയ്താൽ റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ വഴി അവർ മുകളിൽ വരും. അപ്പൊ ഹവേഴ്സിൽ നമുക്ക് ആൻസർ കിട്ടും. നേരിട്ട് ഹരിക്കാം, നോ പ്രോബ്സ്, ഒരു പ്രശ്നമില്ല, നേരിട്ട് ഹരിക്കാം അല്ലെ. എത്ര മടങ്ങാണ് വരിക? എന്തായാലും 4 വരില്ല, 24 8 വരണം. 6 12 പറ്റില്ല, 7 14. അപ്പൊ നമുക്ക് കട്ട് ചെയ്ത് 7 ആയിരിക്കും ആൻസർ കിട്ടുന്നുണ്ടാവും. ശരിയല്ലേ? 52 ഗുണം 7 എത്രയാടാ? 7 14 4 ശിഷ്ട 1 7 5 35 1 36. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 7 വരും ആൻസർ. 7 ഈസ് ദ ആൻസർ. ഓപ്ഷൻ ഡി 7 അവേഴ്സ് എന്നുള്ളതാണ് ആൻസർ. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് 8ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. A bus covers distance of 5 km in 20 minutes. ഓക്കെ, അപ്പൊ ആ ബസിന്റെ സ്പീഡ് അപ്പൊ തന്നെ നമുക്ക് കണ്ടുപിടിച്ചേക്കാം. സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ 5 കിലോമീറ്റർ ആണ്. ടൈം എന്ന് പറയുന്നത് 20 മിനിറ്റ് ആണ്. ഓക്കെ, മിനിറ്റിനെയും കൂടെ സെക്കൻഡിലേക്ക് മാറ്റണം. 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. ശരിയല്ലേ? മിനിറ്റിനെ സെക്കൻഡ് അല്ല, മിനിറ്റിനെ നമ്മൾ അവർ ആക്കി മാറ്റണം. കാരണം നമ്മുടെ യൂണിറ്റ് എന്താ? കിലോമീറ്റർ പെർ അവർ എന്നല്ലേ സ്പീഡിന്റെ യൂണിറ്റ്, കിലോമീറ്റർ പെർ സെക്കൻഡ് അല്ലല്ലോ. അപ്പം മിനിറ്റിനെ അവർ ആക്കി മാറ്റണം. ഓക്കെ, യെസ്. മിനിറ്റിനെ അവർ ആക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? 1 അവർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. അപ്പൊ അവിടുന്ന് 1 മിനിറ്റ് എന്ന് പറയുന്നത് 1/60 അവേഴ്സ് ആണ്. 1/60 അവേഴ്സ് ആണ്. ശരിയല്ലേ? 1 മിനിറ്റ് എന്ന് പറയുന്നത് 1/60 അവേഴ്സ് ആണ്. കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാലോ. മിനിറ്റിനെ അവർ ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ 5 കിലോമീറ്റർ ബൈ 20 മിനിറ്റ് എന്ന് പറയുന്നത് 20 ഇൻറ്റു 1/60, അതായത് 20/60 അവേഴ്സ് ആണ്. ഓക്കെ, നമുക്കൊരു 0 കട്ട് ചെയ്ത് കളയാം. 2ഉം 6ഉം കട്ട് ചെയ്താൽ താഴെ 3 വരും. ഈ 3 നേരെ മുകളിലേക്ക് പോയി 3 ഇൻറ്റു 5 15 കിലോമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ വഴി നമുക്ക് ആൻസർ 15 കിലോമീറ്റർ പെർ അവർ. കിലോമീറ്റർ പെർ അവർ അല്ലെ? സ്പീഡ് എന്ന് പറയുന്നത് 15 കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പൊ ബസിന്റെ സ്പീഡ് കിട്ടി 15 കിലോമീറ്റർ പെർ അവർ. If its speed is decreased by 3 കിലോമീറ്റർ പെർ അവർ, 15 കിലോമീറ്റർ പെർ അവറിൽ നിന്നും 3 കിലോമീറ്റർ പെർ അവർ കുറച്ച്. അപ്പൊ നിലവിലെ സ്പീഡ് 12 കിലോമീറ്റർ പെർ അവർ ആണ് നിലവിലെ സ്പീഡ്. ഓക്കെ, ഇഫ് ദ സ്പീഡ് ഈസ് ഡിക്രീസ്ഡ് ബൈ 3 കിലോമീറ്റർ പെർ അവർ, ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ ദ ബസ് ടു കവർ ദ സെയിം ഡിസ്റ്റൻസ്.
ഓക്കെ, നമുക്ക് ടൈം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ശരിയാണല്ലോ. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെയിം ഡിസ്റ്റൻസ് എന്ന് പറയുന്നുണ്ട്. എത്രയാണ്? ആദ്യം ഉണ്ടായിരുന്ന ഡിസ്റ്റൻസ് 5 കിലോമീറ്റർ, അത് തന്നെ 5 കിലോമീറ്റർ ബൈ സ്പീഡ്. പുതിയ സ്പീഡ് നമ്മൾ കണ്ടുപിടിച്ചു 12 കിലോമീറ്റർ പെർ അവർ. ഇത് 5 കിലോമീറ്റർ ആണ്. സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 12 കിലോമീറ്റർ പെർ അവർ ആണ്. ശരിയാണല്ലോ. പക്ഷെ നമുക്ക് ആൻസർ വേണ്ടത് എന്തിലാണ്? മിനിറ്റിലാണ്. ഇപ്പൊ കിലോമീറ്റർ കട്ട് ചെയ്യാം, അവർ മുകളിലേക്ക് പോകും. അതായത് നോക്കണേ മക്കളെ, 5/12 അവേഴ്സ് എന്ന് കിട്ടും. അല്ലെങ്കിൽ അവർ മുകളിലേക്ക് വന്നാൽ 5/12 അവേഴ്സ് എന്ന് കിട്ടും. ശരിയാണല്ലോ. ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. അപ്പം ആ അവർ എന്നുള്ള സ്ഥാനത്ത് 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം മിനിറ്റ്സിലേക്ക് കിട്ടും. മിനിറ്റിലാണ് ഉത്തരം വേണ്ടത്, കാരണം ഓപ്ഷൻസ് എല്ലാം മിനിറ്റിലാണ്. സോ 5/12 ഇൻറ്റു 60 എടുക്കണം. 12ഉം 60ഉം കട്ട് ചെയ്താൽ 5. 5 25 മിനിറ്റ് എന്നുള്ളതാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ സി 25 മിനിറ്റ്. ശരിയല്ലേ? ടൈം ടേക്കൺ ബൈ ദ ബസ് ടു കവർ ദ സെയിം ഡിസ്റ്റൻസ്. അതേ ഡിസ്റ്റൻസ് തന്നെ കവർ ചെയ്യാനായിട്ട് ബസ്സിനെടുത്ത സമയം എത്ര മിനിറ്റ് ആണ്? 25 മിനിറ്റ് ആണ് ബസ്സിനെടുത്തത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചോദ്യത്തിന് മുൻപായിട്ട് 1 പോയിന്റ് ടു റിമെമ്പർ അബൌട്ട് ട്രെയിൻ. ട്രെയിനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം? ശ്രദ്ധിച്ചിരിക്കുക. ഈ ട്രെയിനുമായി ബന്ധപ്പെടുത്തി വരുന്ന ചോദ്യങ്ങൾ, ട്രെയിനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില വാക്കുകൾ ആദ്യം പരിചയപ്പെടാം. ഒന്ന് പ്ലാറ്റ്ഫോം, അല്ലെ? നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ പ്ലാറ്റ്ഫോംസ് കാണാറുണ്ട്. ശരിയാണല്ലോ. ആ പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാക്കാണ്. പിന്നെ ഒരു ഒരു ട്രെയിൻ ഒരു പേഴ്സണെ ക്രോസ് ചെയ്ത് പോകുന്നു. പേഴ്സണെ ഇടിച്ചു തെറിപ്പിച്ച് പോകുന്നു എന്നല്ല. നമ്മൾ ഇങ്ങോട്ട് മാറി നിൽക്കുന്നു, ട്രെയിൻ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നു. അല്ലെങ്കിൽ ഒരു മരം ഒരു ട്രെയിൻ കടന്നു പോകുന്നു. ഓക്കെ, അങ്ങനെ വരുന്ന കേസുകൾ. പിന്നെ ട്രെയിൻ ഒരു ബ്രിഡ്ജ് കടന്നു പോകുന്നു. ട്രെയിൻ ബ്രിഡ്ജ്, അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ ട്രെയിനും ടണൽ, ഒരു തുരങ്കം, ഒരു ടണൽ ട്രെയിൻ കടന്നു പോകുന്നു. അങ്ങനെ വരുന്ന സംഭവങ്ങൾ. അപ്പൊ അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇക്വേഷൻ ഒന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല. നമുക്കറിയാം സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ, ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോം കടന്നു പോയാലും, ഒരു ടണൽ കടന്നു പോയാലും, ഒരു ബ്രിഡ്ജ് കടന്നു പോയാലും അതാതിന്റെ ലെങ്ത് ഡിസ്റ്റൻസിന്റെ കൂടെ ആഡ് ചെയ്യണം. ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ലെങ്ത് കൂട്ടുന്നതാണ്. കേസ് എന്ന് പറയുന്നത് എന്താണ്? എന്താണ്? ട്രെയിൻ എവിടൊക്കെ കടന്നു പോകുന്നു? ടണൽ കടന്നു പോകുന്നു, അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് കടന്നു പോകുന്നു, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം കടന്നു പോകുന്നു. ഇതിന്റെയൊക്കെ ലെങ്ത് ഞാൻ എന്താണ് സ്മോൾ ലെറ്റർ എൽ ഉപയോഗിച്ചിട്ട് കാണിക്കാം. ഓക്കെ, ഇത് മൂന്നിന്റെയും കേസ്, ഇത് മൂന്നും സിമിലർ കേസ് തന്നെയാണ്, ഒറ്റ സാധനം തന്നെയാണ്. എന്താണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് ചെയ്താൽ മതി. ടണൽ ആയാലും ബ്രിഡ്ജ് ആയാലും പ്ലാറ്റ്ഫോം ആയാലും എന്ത് തന്നെ ആയാലും അതിന്റെ ലെങ്ത് നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? എൽ ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പൊ ആ കേസിൽ ഒരു ടണൽ കടന്നു പോകുന്ന കേസ് ആണെങ്കിലും, ഈ ബ്രിഡ്ജ് കടന്നു പോകുന്ന കേസ് ആണെങ്കിലും, പ്ലാറ്റ്ഫോം കടന്നു പോകുന്ന കേസ് ആണെങ്കിലും അതാതിന്റെ ലെങ്ത് ഞാൻ സ്മോൾ ലെറ്റർ എൽ ആയിട്ട് എടുക്കുന്നു. ട്രെയിനിന്റെ ലെങ്ത് ഞാൻ ക്യാപിറ്റൽ ലെറ്റർ എൽ ആയിട്ട് എടുക്കുന്നു. ട്രെയിൻ ലെങ്ത് ഓഫ് ദ ട്രെയിൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എൽ ആയിട്ട് എടുക്കുന്നു. ഈ കേസിൽ ടണൽ കടന്നു പോകുന്ന കേസ് ആണെങ്കിലും ശരി, സാധാരണഗതിയിൽ ചോദ്യ പേപ്പറിൽ കാണാറുള്ള 3 വാക്കുകളാണ്. വേറെയും നല്ല നീളമുള്ള എന്തെങ്കിലും സംഭവമാണെങ്കിൽ അതിന്റെ ലെങ്ത് കൂട്ടണം എന്നുള്ളത് ഓർക്കുക. ഓക്കെ, സാധാരണഗതിയിൽ ഈ 3 വാക്കേ കാണാറുള്ളൂ. ഒരു ബ്രിഡ്ജ് കടന്നു പോകുന്ന കേസ്, ഒരു പ്ലാറ്റ്ഫോം കടന്നു പോകുന്ന കേസ്, ഒരു ടണൽ കടന്നു പോകുന്ന കേസ്. ഈ കേസിലെല്ലാം തന്നെ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കേണ്ടത് ട്രെയിനിന്റെ ലെങ്തും ആ വാട്ട് എവർ ഇറ്റ് ഈസ്, പ്ലാറ്റ്ഫോം ആണെങ്കിൽ അത്, ടണൽ ആണെങ്കിൽ അത്, ബ്രിഡ്ജ് ആണെങ്കിൽ അത്, സ്മോൾ ലെറ്ററിൽ ഇങ്ങനെ വേണം നമ്മൾ ഡിസ്റ്റൻസ് എടുക്കാൻ. ഓക്കെ, ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് ട്രെയിൻ ഒരു പേഴ്സണെ കടന്നു പോകുന്നു, അല്ലെങ്കിൽ ഒരു ട്രീ കടന്നു പോകുന്നു, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഓക്കെ, ഇങ്ങനെ വരുന്ന ഒരു കേസ് ആണെങ്കിൽ
അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രെയിനിന്റെ ലെങ്ത് മാത്രമേ ഉള്ളൂ. ആ പേഴ്സണും ട്രീയും ഒക്കെ ട്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് നെഗ്ലിജിബിൾ. എന്താണ്? വളരെ ചെറുതാണ്, അല്ലെ? വളരെ ചെറുതാണ്. അതിനെ ലെങ്ത് ആയി കൂട്ടേണ്ട ആവശ്യമില്ല. പക്ഷെ ട്രെയിൻ ഒരു ടണൽ കടന്നു പോകുന്ന കേസാണെങ്കിലും, ട്രെയിൻ ഒരു ബ്രിഡ്ജ് കടന്നു പോകുന്ന കേസാണെങ്കിലും, ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോം കടന്നു പോകുന്ന കേസാണെങ്കിലും അവിടുത്തെ ഡിസ്റ്റൻസ് എന്നത് ട്രെയിനിന്റെ ലെങ്തും വാട്ട് എവർ ഇറ്റ് ഈസ്, ടണൽ ആണെങ്കിൽ അത്, ബ്രിഡ്ജ് ആണെങ്കിൽ അത്, പ്ലാറ്റ്ഫോം ആണെങ്കിൽ അത്, അതിന്റെ ലെങ്തും കൂടെ കൂട്ടുന്നതായിരിക്കും അവിടുത്തെ ഡിസ്റ്റൻസ്. ഇതാണ് ട്രെയിനിൽ നിന്ന് മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ, അപ്പോ സ്പീഡിന്റെ ഇക്വേഷൻ അവിടെ മോഡിഫൈഡ് ആവും. എൽ പ്ലസ് എൽ ഡിവൈഡഡ് ബൈ ടി എന്നുള്ള രീതിയിലേക്ക് ട്രെയിനിന്റെ കേസിൽ മാത്രം നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അവിടെ ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നത് ട്രെയിനിന്റെ ലെങ്ത്, ബാക്കിയുള്ളത് എന്തുമാവാം. ഒന്നില്ലെങ്കിൽ ടണൽ ആവാം, അല്ലെങ്കിൽ അതായത് ട്രെയിനിന്റെ ലെങ്തുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നെഗ്ലിജിബിൾ ലെങ്ത് ഉള്ള ആൾക്കാരെയാണ് ചോദ്യത്തിൽ പരാമർശിക്കുന്നതെങ്കിൽ വി ക്യാൻ നെഗ്ലക്ട് ദാറ്റ്. പക്ഷെ ട്രെയിനിന്റെ ലെങ്തുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത്യാവശ്യം കമ്പാരിറ്റീവ് ലെങ്ത് ഉള്ള ഒരാളെ കുറിച്ചാണ് ചോദ്യത്തിൽ പരാമർശിക്കുന്നതെങ്കിൽ അതിന്റെ ലെങ്തും കൂടെ കൂട്ടണം എന്നതാണ് നമ്മൾ അവിടുന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതാണ് ആ ട്രെയിനിന്റെ ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രെയിനിൽ നിന്ന് എക്സാമിന് വന്നിട്ടുള്ള ഒരു ചോദ്യം കൂടെ ചെയ്ത് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ തുടർച്ചയായിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. നോക്കിക്കോ, ഹൗ ലോങ് ഇറ്റ് ടേക്ക് ടു ക്രോസ് 132 മീറ്റർ ലോങ് ബ്രിഡ്ജ്. അപ്പൊ ബ്രിഡ്ജിന്റെ കാര്യം പറയുന്നത്. ഇപ്പൊ ബ്രിഡ്ജിന്റെ ലെങ്ത് ആണ് നമ്മൾ സ്മോൾ ലെറ്റർ എൽ ആയിട്ട് എടുക്കുന്നത് 132 ബൈ എ 110 മീറ്റർ ലോങ് ട്രെയിൻ. ട്രെയിനിന്റെ ലെങ്ത് ക്യാപിറ്റൽ എൽ ആയിട്ട് എടുക്കുന്നത് 110 മീറ്റർ അറ്റ് എ സ്പീഡ് ഓഫ് 72 കിലോമീറ്റർ പെർ അവർ ഉണ്ട് കേട്ടോ. ടൈപ്പ് ചെയ്തപ്പോ വിട്ടുപോയതാണ്, ഒന്ന് മാറ്റിക്കോണേ. ഞാനിവിടെ അത് അവർ പെർ അവറും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. സ്പീഡ് കിലോമീറ്ററിലല്ലല്ലോ പറയുന്നത്, ഡിസ്റ്റൻസ് അല്ലേ കിലോമീറ്ററിൽ പറയുന്നത്. കിലോമീറ്റർ പെർ അവർ. നോക്കിയേ, കിലോമീറ്റർ പെർ അവർ. നോക്ക്, ഇപ്പൊ ട്രെയിനിന്റെ സ്പീഡ് എന്നത് എത്രയാണ്? 72 കിലോമീറ്റർ പെർ അവർ എന്നതാണ് ട്രെയിനിന്റെ സ്പീഡ്. ഓക്കെ, കിലോമീറ്റർ പെർ അവറിനെ നമുക്ക് എന്തിലേക്ക് മാറ്റണം? നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. അങ്ങനെ മാറ്റണോ എന്ന ഇനിഷ്യൽ തോട്ട് എവിടെ നിന്ന് വരണം? നേരെ ഓപ്ഷൻസിലേക്ക് നോക്കണം. ഓപ്ഷൻ എല്ലാം സെക്കൻഡിലാണ്, അപ്പൊ അവറിൽ ഇട്ടുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ കിലോമീറ്റർ പെർ അവറിനെ നേരെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. 72 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 18. അപ്പൊ അതെന്തിലേക്ക് മാറി? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറി. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് ഗുണിക്കണം. നോക്കടാ, 18ഉം 72ഉം കട്ട് ചെയ്ത് 4, 4 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ശരിയാണല്ലോ? 18 × 4 അല്ലേ? യെസ്, 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും നമുക്ക് എന്ത്? സ്പീഡ്. ഇനി ആ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? എൽ പ്ലസ് എൽ ബൈ ടി ആണ്. അങ്ങനെയാണെങ്കിൽ ഹൗ ലോങ് ഇറ്റ് ടേക്ക് എന്ന് ചോദിച്ചാൽ ടൈം കണ്ടെത്താനാണ് ചോദ്യം. എത്ര സമയമെടുക്കും? അറിയുന്ന എല്ലാരെയും അങ്ങോട്ട് കൊടുത്തോ. ടൈമിന്റെ ആണ് ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ഒരു ഫോർമുല ആക്കാം, എൽ പ്ലസ് എൽ ബൈ എസ് എന്നുള്ള ഒരു ഇക്വേഷൻ ആണ്. ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫോർമുലയിൽ നിന്ന് ടൈം എന്ന് പറയുന്നത് എൽ പ്ലസ് എൽ ബൈ എസ്. സോ ദിസ് ഈസ് ഈക്വൽ ടു, അറിയുന്ന വാല്യൂസ് എല്ലാം കൊടുത്തേ. ലെങ്ത് ഓഫ് ദ ട്രെയിൻ 110, ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ് എത്രയാണ്? 132 ഡിവൈഡഡ് ബൈ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 20. ഓക്കെ, എന്താണ് വരിക? അത് 1 1 2 3 1 4 242 ഡിവൈഡഡ് ബൈ 20 ഈക്വൽ ടു 121/10 ഈക്വൽ ടു 12.1. 12.1 സെക്കൻഡ് ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. 12.1 സെക്കൻഡ് എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിനുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ മനസ്സിലുണ്ടായിരിക്കണം, വളരെ പ്രാധാന്യാർഹിതമാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ചോദ്യങ്ങളുമായിട്ട് കാണാം. അണ്ടിൽ ദെൻ, ബൈ ബൈ.